യേശുവിൻ സാക്ഷികൾ നമ്മൾ, അവൻ്റെ വിശുദ്ധ ജനം നമ്മൾ. ഉയർത്തവനുടെ പരമവിളിക്ക് യോഗ്യരം ജനം നമ്മൾ. ഉയർത്തവനുടെ പരമവിളിക്ക് യോഗ്യരം ജനം നമ്മൾ. സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ. നമ്മുടെ രക്ഷയാം പാറയ്ക്കാർപ്പിടം സ്തുതിക്കാം ഹല്ലേലൂയാ. നമ്മുടെ രക്ഷയാം പാറയ്ക്കാർപ്പിടം സ്തുതിക്കാം ഹല്ലേലൂയാ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 31 അധ്യായം 27 വാക്യം. ആ വാക്യം നമ്മെ ഓർപ്പിക്കുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചിലർ നമ്മുടെ ഹൃദയത്തെ ആഴമായി വശീകരിക്കുകയും നമ്മെ നാശത്തിലേക്കും പരാജയത്തിലേക്കും നമ്മെ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു എന്ന് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ വശീകരിക്കുന്നവരുടെ മുമ്പിൽ നിന്ന് നാം രക്ഷപ്പെടേണ്ടതിന് ആഴമായ ഉൾബോധ്യതയോടുകൂടി മുൻപോട്ട് പോകണം എന്നതാണ്. ഉൽപ്പത്തി പുസ്തകം 3 അധ്യായത്തിൽ നാം പഠിക്കുമ്പോൾ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ആദിമ മനുഷ്യനായ ആദമും ഹവ്വയും അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ മനോഹരമായ തോട്ടത്തിൽ പാർക്കുമ്പോൾ പാമ്പ് ആ തോട്ടത്തിലേക്ക് നിരന്തരം വരികയും ഹവ്വയെ ഉപായത്താൽ ചതിക്കുവാൻ വേണ്ടി നിരന്തരമായി അവളുടെ ഹൃദയത്തെ വശീകരിക്കത്തക്ക തലത്തിൽ അവളോട് സംസാരിപ്പാനും ഇടയായി തീർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വൃക്ഷഫലം നല്ലതാണെന്നും അത് തിന്നുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും ഒക്കെ പറയുമ്പോൾ അങ്ങനെയല്ല, ദൈവം ഞങ്ങളോട് അത് കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഓർപ്പിക്കുമ്പോഴും അവളുടെ ഹൃദയത്തെ വശീകരിക്കുന്ന തലത്തിൽ അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്, നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെപ്പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. വാക്കുകൾ കൊണ്ട് വശീകരിക്കുന്ന പാമ്പ് ഹവ്വയെ വശീകരിപ്പാനും ആ തലത്തിൽ ആദമും ഹവ്വയും പാപം ചെയ്ത് ദൈവത്തിങ്കൽ നിന്ന് അകന്നു പോകുവാനും അത് കാരണമായി തീർന്നു എന്ന് ആ ഭാഗം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 16 അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 4-5 വാക്യങ്ങളിൽ ശിംശോനെക്കുറിച്ച് കാണുന്നുണ്ട്. താൻ മാനസികമായി വളരെ ഭാരപ്പെട്ട് സങ്കടപ്പെട്ട് കടന്നു വരുന്നതായ സമയത്താണ് ദലീല എന്ന് പറയുന്നതായ സ്ത്രീയെ ഫെലിസ്ത്യ പ്രഭുക്കന്മാർ പണം കൊടുക്കാമെന്ന് പറഞ്ഞൊത്ത് ശിംശോൻ്റെ ഹൃദയം വശീകരിക്കണമെന്ന് അവളെ പറഞ്ഞ് ഏൽപ്പിക്കുന്നതായ പദങ്ങൾ കാണുന്നുണ്ട്. 16 അധ്യായം മുഴുവനും നാം വായിക്കുമ്പോൾ ആ സ്ത്രീ ശിംശോനെ ബുദ്ധി കൊണ്ട് അവൻ്റെ ഹൃദയത്തെ വശീകരിച്ച് അവൻ്റെ ശക്തി, അവൻ്റെ കൃപ ഏതൊന്നിൽ നിൽക്കുന്നു എന്ന് അവനോട് ചോദിച്ചറിയുന്നത് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. തൻ്റെ തലയിലെ ജടയാണ് തൻ്റെ ശക്തിക്ക് കാരണം എന്ന് താൻ ബോധ്യപ്പെടുത്തുകയും അവളുടെ വാക്കുകൾക്കനുസരിച്ച് ശിംശോൻ്റെ ഹൃദയം വശീകരിക്കപ്പെട്ടു പോവുകയും ആ സത്യം തുറന്നു പറയുകയും ശിംശോൻ്റെ ജട കട്ട് ചെയ്ത് കളയുകയും ചെയ്തു. അത് ശിംശോൻ്റെ നാശത്തിന് കാരണമായി തീർന്നു എന്ന് നാം വായിക്കണം, നാം ചിന്തിക്കണം. നമ്മെ വശീകരിക്കുന്നവരുടെ മുൻപിൽ വശീകരിക്കപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആഴമായി പ്രാർത്ഥനയിൽ മുൻപോട്ട് പോകുന്നെങ്കിൽ മാത്രമേ ബുദ്ധി കൊണ്ടും കൃപ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ദൈവവചന ധ്യാനം കൊണ്ടും മാത്രമേ നാം ചതിക്കപ്പെടാതെ നമുക്ക് ജീവിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകണമെന്ന് ഈ ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇയ്യോബ് പറയുന്നത്, എൻ്റെ ഹൃദയം വശീകരിച്ച് കൊണ്ടുപോകുവാൻ ഞാൻ ഇട കൊടുത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,
നമ്മുടെ ഹൃദയം വശീകരിക്കപ്പെട്ട് ദൈവത്തിൽ നിന്ന് നമ്മെ അന്യപ്പെടുത്തുവാൻ, പാപത്തിലേക്ക് നമ്മെ നയിക്കുവാൻ നോക്കുന്നവരുടെ മുമ്പിൽ നിലനിൽക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടി നാം നമ്മെ തന്നെ ഒരുക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങളുടെ ഹൃദയം വശീകരിക്കപ്പെട്ടിട്ട് ഞങ്ങൾ പാപത്തിലേക്കും തിന്മയിലേക്കും നാശത്തിലേക്കും ചെന്നെത്താനിടയാകാതെ ദൈവകൃപയിൽ നിലനിൽക്കുന്ന ക്രിസ്തീയ ജീവിതം നയിപ്പാൻ തക്ക തലത്തിൽ ഞങ്ങളുടെ ഹൃദയത്തെ ഉറപ്പിച്ച് നിർത്തുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. കൃപ കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.